അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ 1 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ഒന്ന് റിവിഷൻ നടത്താം. പാഠം വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ, അതിൻ്റെ പ്രധാന പോയിന്റുകൾ മനസ്സിലാക്കാം. അദ്ദർസുൽ അവ്വലു, പാഠം 1, അഅ്ളമുൽ മുഅ്ജിസാത്ത്, ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അതായത് വിശുദ്ധ ഖുർആനെ പറ്റിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്ബ ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്, അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ചോദ്യോത്തരങ്ങൾ വരും. കാരണം ആരാണ് നബിയുടെ ഖുർആൻ പാരായണം കേട്ടത്? ഉത്തുബ. അദ്ദേഹം ആരായിരുന്നു? വലിയ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തെ ഖുർആൻ വചനങ്ങൾ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഖുറൈശികളോട് പറഞ്ഞത് എന്താണ്? മക്കക്കാരോട് എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല, തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട് എന്ന് അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്തുബക്ക് ഖുർആനിൻ്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ മികവിന് മുമ്പിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവൻ മുട്ടുമടക്കി. അപ്പോൾ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവൻ മുട്ടുമടക്കി ആർക്ക് മുമ്പിലാണ്? വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ മികവിന് മുമ്പിൽ. അതും ഒരു പോയിൻ്റാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വവും മനസ്സിലായിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിച്ചില്ല. അപ്പോൾ അവർ സത്യദീനിൽ പ്രവേശിക്കാതിരിക്കാൻ കാരണം അഹങ്കാരമാണെന്ന്. ഈ സന്ദർഭത്തിൽ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. എപ്പോഴാണ് ഖുർആൻ അവരെ വെല്ലുവിളിച്ചത്? അപ്പോൾ അതിന് മുമ്പുള്ളത് തന്നെ. നബിയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വവും മനസ്സിലാക്കിയിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിക്കാതിരുന്നപ്പോൾ എന്തായിരുന്നു ഞാൻ വെല്ലുവിളി? ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. അപ്പോൾ ഖുർആൻ്റെ വെല്ലുവിളി അത് പഠിച്ചു നോക്കണം കേട്ടോ. ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായിച്ചാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിൽക്കാലത്തും ആർക്കും സാധിച്ചിട്ടില്ല. ഇനി വിശുദ്ധ ഖുർആനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ എഴുതാവുന്നതാണ് താഴെ വരുന്നത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അപ്പോൾ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതായി, മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമായി. പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. അപ്പോൾ വിശുദ്ധ ഖുർആനെ പറ്റി 5 വാക്ക് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇത് എഴുതാം. 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതുക, തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്കത് അന്ത്യനാളിൽ അത് ശുപാർശ ചെയ്യും. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിലെ ഉത്തമർ. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. അപ്പോൾ ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവരുടെ അവസ്ഥ എന്താ? പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. നിങ്ങളിൽ ഉത്തമരാരാണെന്ന് നബി പറഞ്ഞത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അല്ലേ? പിന്നെ ഇവിടെ പറഞ്ഞതാ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്ക് അത് അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. അവിടെ അങ്ങനെ ഒരു പോയിന്റ്. പിന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. കണ്ട, അത് പഠിച്ചു നോക്കുക. ആ കോളത്തിലുള്ളത് കാണാണ്ട് പഠിക്കണം, അതിൻ്റെ അർത്ഥം പഠിക്കുക. ചെരുമ്പടി പല രൂപത്തിൽ വരും. അപ്പോൾ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. അതിൽ നിന്ന് ചിലത് മോചിതത്വം വെച്ചാൽ എന്താ? നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യത്തിനാണ്. തദ്രീവാത്ത്. തഅല്ലമ പഠിച്ചു, അല്ലമ പഠിപ്പിച്ചു, ഷഫീഉ എന്ന് വെച്ചാൽ ശുപാർശകൻ, തലാ എന്ന് വെച്ചാൽ പാരായണം ചെയ്തു, പാരായണം വെച്ചാൽ എന്താ അർത്ഥം? വായന, ഓത്തുന്നൊക്കെ അർത്ഥം. സാമ്രാട്ട് എന്ന് വെച്ചാൽ രാജാവ്, അമൽ എന്ന് വെച്ചാൽ കർമ്മം, ആമീൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ആർക്കാണ് ശുപാർശ ചെയ്യുക? അത് ഓതുന്നവർക്ക്, അത് പാരായണം ചെയ്യുന്നവർക്ക്. 3, മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. 4, ഖുർആൻ തീരെ മനഃപ്പാടമില്ലാത്തവരെ നബിതങ്ങൾ എന്തിനോടാണ് ഉപമിച്ചത്? ഇവിടെ പറഞ്ഞില്ലേ, പരിപാലനമില്ലാത്ത വീടിനോട്. കണ്ടോ?
പരിപാലനമില്ലാത്ത വീടിനോടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. ഇനി എതിർത്തവരെ ഖുർആൻ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? ഖുർആൻ എങ്ങനെ വെല്ലുവിളിച്ചു? അതേനാ നേരത്തെ പറഞ്ഞല്ലോ, ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും. നാം നമ്മുടെ അടിമയ്ക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായൊരു സൂറത്ത് കൊണ്ടുവരൂ, അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഇതാണെന്ന് വെല്ലുവിളി. ഇനി അടുത്ത ചോദ്യം, നുബൈനു സിയാക്ക, സന്ദർഭം വിവരിക്കുക. ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. ആര് ആരോട് പറഞ്ഞു എന്നാ. അപ്പോൾ ആര് എപ്പോൾ പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒന്നാമത്തെ പാരഗ്രാഫ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്തുബ ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്, അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. അപ്പോൾ അത് എഴുതി വെക്കാം. ഇനി നംലൗൽ ഫറാഗ് പൂരിപ്പിക്കാനാണ്. ഖുർആൻ്റെ മുന്നിൽ അറേബ്യൻ ഡാഷ് സാമ്രാട്ടുകൾ മുട്ടുമടക്കി. സാഹിത്യ സാമ്രാട്ടുകൾ. 2, ഖുർആനിന് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അങ്ങനെയല്ലേ, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും, ഇവിടെ പറഞ്ഞല്ലോ അത്, ഒരുമിച്ചാൽ പോലും ഒരുമിച്ചാൽ പോലും കഴിയില്ല എന്നുള്ളത്. ഇനി അടുത്തത് എന്താ? ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു ഡാസ് പ്രാബല്യത്തിൽ ഇല്ലാതായി. മറ്റു വേദഗ്രന്ഥങ്ങൾ. അങ്ങനെ അവിടെ കൊടുത്തത് മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടാ. മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം കണ്ട, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളിലെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതായി. ഇനി അതിന് ശേഷം ഏതാ? ഖുർആൻ ഡാഷ് നാൾ വരെ ഒരു മാറ്റവുമില്ല നിലനിൽക്കും, ഖിയാമത്ത് നാൾ വരെ. 5, ഖുർആൻ ഡാഷിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആൻ പാരായണത്തിന്, അതോടെ പറഞ്ഞില്ലേ അതിനാ, ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഖുർആൻ അന്ത്യനാൾ ഖിയാമത്ത് നാൾ. കാരണം ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ഇനി അഅ്ളമുൽ മുഅ്ജിസാത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് എഴുതാൻ തയ്യാറാക്കാൻ. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനെ പറ്റി നമ്മളിവിടെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല ഈ പാരഗ്രാഫ് തന്നെ. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതായി, മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമായി. പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പാഠത്തിൽ നല്ലപോലെ വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തദ്രിവാത്ത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പാഠം നല്ലപോലെ വായിച്ച് വരണം. അപ്പോൾ അവിടെ ഇടയിൽ നിന്നൊക്കെ ചോദ്യം വരും. അങ്ങനെ തയ്യാറായി വരണം ഇൻഷാ അല്ലാഹ്. ഇനി 2, അദ്ദർസു സാനി തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ സൂക്ഷ്മത, ഭയഭക്തി. നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വരവും ഭാവവും കണ്ട് അവർ പേടിച്ചു. ഞങ്ങൾ ത്വായിഫുകാരാണ്, അവർ പറഞ്ഞു. ഖലീഫ, തിരുനബിയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ? നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. കണ്ട, അപ്പോൾ ആരാണ് ചോദിച്ചത്? നിങ്ങൾ ഏത് നാട്ടുകാരാണ് ചോദിച്ചത്? ആരാണ്? ഖലീഫ ഉമറാണ്. അവർ ഏത് നാട്ടുകാരായിരുന്നു? ത്വായിഫുകാരായിരുന്നു. ഖലീഫ ഇങ്ങനെ ദേഷ്യപ്പെടാൻ കാരണം എന്താണ്? തിരുനബിയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തിയത് കൊണ്ടാണ്. അത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കിപ്പോ. ഇനി ആദരണീയ വ്യക്തികൾ, വസ്തുക്കൾ എന്നിവ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അപ്പോൾ മുസ്ലിമിന് ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ആദരിക്കുന്നതിൻ്റെ വിധി എന്താണ്? നിർബന്ധമെന്ന് എഴുതേണ്ടി വരും. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇബ്ലീസ് ശാപത്തിനിരയായത്. അപ്പോൾ ഇബ്ലീസ് ശാപത്തിനിരയാകാൻ കാരണം എന്താ? അവിടെ ശേഷം പറയുന്നുണ്ട്, ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ച് സുജൂദ് ചെയ്യാൻ അള്ളാഹു താല കൽപ്പിച്ചപ്പോൾ അവൻ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ വളരെയധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. നബി തങ്ങളെ സ്വഹാബികൾ വളരെയധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷം അവർ നബിയെ ആദരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചോദ്യം വരും, എന്തുകൊണ്ട് ഇമാം മാലിക് മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ. ഇനി നബിമാർ, അഹ്ലു ബൈത്ത്, സ്വഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണം. അപ്പോൾ ആദരിക്കേണ്ട വ്യക്തികളാണ് നബിമാർ, അഹ്ലു ബൈത്ത് നബിയുടെ കുടുംബം, സ്വഹാബത്ത് നബിയുടെ അനുചരന്മാർ, വലിയുമാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ, ആലിമുകൾ പണ്ഡിതന്മാർ, സജ്ജനങ്ങൾ നല്ല ആളുകൾ, മാതാപിതാക്കൾ അറിയാലോ, ഉമ്മയും വാപ്പയും.
ഇനി ഗുരുനാഥന്മാർ എന്ന് വെച്ചാൽ നമ്മുടെ ഉസ്താദന്മാർ, അധ്യാപകർ, പിന്നെ മുതിർന്നവർ, നമ്മേക്കാൾ പ്രായത്തിൽ മുതിർന്നവർ, അവരെയൊക്കെ എന്ത് ചെയ്യും, നാം ആദരിക്കണം. ഇനി ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, കഅബത്തുൽ മുക്കറമ, ഹുജ്റത്തു ഷരീഫ, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. അപ്പോൾ ആദരിക്കേണ്ട വ്യക്തികളെ ചോദിച്ച് നേരത്തെ പറഞ്ഞു. ഇനി വസ്തുക്കൾ ചോദിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, 3 കഅബത്തുൽ മുക്കറമ, 4 ഹുജ്റത്തു ഷരീഫ, 4 മസ്ജിദുകൾ, പള്ളികൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ, മറ്റത് 5 അല്ലേ? എത്രണ്ണം പറഞ്ഞ്? 1 ഖുർആൻ, 2 മതഗ്രന്ഥം, 3 കഅബ, 4 ഹുജ്റ ഷരീഫ, 5 മസ്ജിദുകൾ, 6 മുഅ്മിനീങ്ങളുടെ ഖബറുകൾ. ഇനി ആദരിക്കുന്നതിനെല്ലാം ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. അപ്പോൾ അത് പഠിച്ചു നോക്കണം. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഈ കോളത്തിലുള്ളത് അതിൻ്റെ അർത്ഥം പഠിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. നമുക്കിനി തദ്രീബാത്ത് പരിശോധിക്കാം. ഖലീഫ നബിയുടെ പ്രതിനിധിക്കാണ് ഖലീഫ എന്ന് പറയുക. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? 2ാം ഖലീഫയാണ്. ത്വായിഫ് എന്ന് വെച്ചാൽ മക്കയുടെ അടുത്തുള്ള ഒരു നാടാണ്. മസ്ജിദ് നബവി ഏതാ? നബിയുടെ മസ്ജിദ്, മദീനത്തെ പള്ളി. ഇബ്ലീസ് പിശാചുക്കളുടെ പിതാവ്. സ്വഹാബത്ത് നബിയുടെ അനുചരന്മാർ. അപ്പോൾ ഇതൊക്കെ ചോദ്യം വരും. അർത്ഥം എഴുതാൻ പറഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടി വരും. അഹ്ലു ബൈത്ത് എന്ന് വെച്ചാൽ നബിയുടെ കുടുംബമാണ്. വലിയ എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ഇഷ്ടദാസൻ. ആലിം എന്ന് വെച്ചാൽ പണ്ഡിതൻ. കാബത്തുൽ മുക്കറമ വെച്ചാൽ പരിശുദ്ധ കാബ. മുഅ്മിൻ എന്ന് വെച്ചാൽ സത്യവിശ്വാസി. നമുക്ക് എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. നംലുൽ ഫറാഖ്, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ഖലീഫ ഡാഷ് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു. ആദരണീയ വ്യക്തികളെ എന്ത് ചെയ്യുക? ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. ഡാഷ് എന്ന് വെച്ചാൽ മുസ്ലിമിന് നിർബന്ധമാണ്. 3 ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാത്തതിനാൽ ഡാഷ് ശാപത്തിനിരയായി ഇബ്ലീസ്. 4 നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ ഡാഷിന് ശേഷവും ആദരിച്ചിരുന്നു, മരണത്തിന് ശേഷവും അല്ലേ? നബിയുടെ വഫാത്തിന് ശേഷം, വഫാത്തിന് എന്ന് പറയാം. ഇനി മുജീബ് ഉത്തരം. ആദരിക്കേണ്ട 5 വസ്തുക്കളുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ആദരിക്കേണ്ട 5 വസ്തുക്കളുടെ പേര് ഏതൊക്കെയാണ്? ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, കാബത്തുൽ മുക്കറമ, ഹുജ്റത്തുൽ ഷരീഫ, മസ്ജിദ്, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ. 6 പറഞ്ഞു. അതിൽ 5 എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം, ആദരിക്കേണ്ട 5 വിഭാഗം ആളുകളുടെ പേര് അതാരൊക്കെയാണ്? നബിമാർ, ഇവിടെ പറഞ്ഞില്ലേ? നബിമാർ, അഹ്ലു ബൈത്ത്, സ്വഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരാണ് നാം ആദരിക്കേണ്ട വ്യക്തികൾ. അതും കഴിഞ്ഞ് ഇനി അടുത്തെന്താണ്? അത് കഴിഞ്ഞല്ലേ? ഇനി അടുത്തത് ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ബഹുമാനിക്കുന്നതിൻ്റെ വിധി എന്താ? നിർബന്ധമാണ്. എന്താണ് നിർബന്ധമാണെന്ന് നമ്മൾ വായിച്ചല്ലോ. കണ്ടാ? നിർബന്ധമാണ്. അതെവിടെ പറഞ്ഞ? കണ്ടാലാ? ആദരണീയ വ്യക്തികൾ, വസ്തുക്കൾ എന്നിവയെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമാണ്. ആ ചോദ്യം വരാറുള്ളതാണ്. അത് മനസ്സിലാക്കി നോക്കുക. ഇനി അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ആർക്കാണ്? നബിയുടെ കുടുംബം. ഉണ്ടോ? അതേനാ അഹ്ലു ബൈത്ത് എന്ന് വെച്ചാൽ നബി കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനാണ്. അത് തദ്രീബാത്തിലുള്ളത്. പിന്നെ ആരാണ് സ്വഹാബികൾ? അതും തദ്രീബാത്തിൽ അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് എന്ന് വെച്ചാൽ എന്താ? നബിയുടെ അനുചരന്മാരാണ്. നബിയുടെ ശിഷ്യന്മാർക്കാണ് സ്വഹാബത്ത് എന്ന് പറയാം. പിന്നെ അടുത്ത ചോദ്യം എന്താ? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ത്വായിഫുകാരോട് ക്ഷോഭിച്ചത് എന്തിനാ? അതെന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ച് ശബ്ദം ഉയർത്തിയത് കൊണ്ട്. കണ്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദം ഉയർത്തിയത് കൊണ്ട്. അടുത്ത ചോദ്യം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താ കാരണം? കണ്ടാ? കഅബ എന്തുള്ളതിനാലാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറു ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം 8 ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ഇബ്ലീസ്, മുഅ്മിന്, വലിയ, സ്വഹാബി, ആലിം. ഇബ്ലീസ് ആരാ ഇതിൽ? ഇബ്ലീസ് ഈ 2, 4, 5 അല്ലേ? ഇബ്ലീസുമായി ബന്ധപ്പെട്ടത് അല്ലാഹു തആലയുടെ ഇഷ്ടദാസൻ, പണ്ഡിതൻ, നബിയുടെ അനുചരൻ, പിശാചുക്കളുടെ പിതാവ്, സത്യവിശ്വാസി. അപ്പോൾ അതിലെന്താ? ഇബ്ലീസ് എന്ന് വെച്ചാൽ പിശാചുക്കളുടെ പിതാവ്. മുഅ്മിനാരാ? മുഅ്മിൻ്റെ അർത്ഥം സത്യവിശ്വാസി. വലിയ എന്ന് വെച്ചാൽ ആരാ? വലിയ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ. ഒന്നാമെന്ന് പറഞ്ഞു. ഇനി സ്വഹാബി എന്ന് വെച്ചാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ. ആലിം എന്ന് വെച്ചാൽ പണ്ഡിതൻ. അപ്പോൾ അത് പൂരിപ്പിക്കുക. ഇനി
ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. അതിന് നാം എന്തൊക്കെ ചെയ്യണം? അത് നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ് അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, സലാം പറയണം, അവരെ അനുസരിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരെ ആദരിക്കുക, അനുസരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി 3ാമത്തെ പാഠം അൽ ഗനമു ബറക്കത്തുൻ. ആട് ബറക്കത്താണ്, അനുഗ്രഹമാണ്, അഭിവൃദ്ധിയാണ്. നമുക്ക് പാഠം വായിക്കാം. മോളെ ആടുകൾക്ക് വെള്ളം കൊടുക്കാം ഉമ്മ. അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മ പറയാണ് ആടുകളിൽ ബറക്കത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ആടുകളിൽ ബറക്കത്തുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു നബിമാരുമെല്ലാം ആടുകളെ മേച്ചിട്ടുണ്ട്. അതും ഒരു പോയിൻ്റാണ്. ഇവയെ കഷ്ടപ്പെടുത്താൻ പാടില്ല, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവിടെ നിന്ന് 2-3 ചോദ്യങ്ങൾ വരാം. ഇനി ഫാത്തിമ പറയണം, മോള് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് ആടിനെ മേച്ചത്? അപ്പോൾ ഒരു ചോദ്യം വരാമല്ലോ അത്. അപ്പോൾ അതിന് ഉമ്മ പറഞ്ഞ മറുപടിയാണ്, ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും. കണ്ടോ, അപ്പോൾ ആടുകളെ മേച്ചാലുള്ള നേട്ടം എന്താ? ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും. അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്ക് ആടുകളെ മേക്കാൻ അല്ലാഹു തആല അവസരം നൽകിയത്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഉപ്പാപ്പയുടെ മരണത്തോടെ പിതൃ സഹോദരൻ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലാണ് നബി തങ്ങൾ വളർന്നത്. കണ്ടോ, ഉപ്പാപ്പയുടെ മരണത്തോടെ നബിയെ ആരെ വളർത്തിയത്? മൂത്താപ്പയായ അബൂ താലിബാണ്. അദ്ദേഹവും ദരിദ്രനായിരുന്നു. അതിനാൽ ആടുകളെ മേച്ചും കച്ചവടക്കാരെ സഹായിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലി ചെയ്ത് ജീവിച്ചു. ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് മൂത്താപ്പയെ സഹായിച്ചു. അപ്പോൾ നബി തങ്ങൾ എന്തൊക്കെ ജോലി ചെയ്തു? ആടിനെ മേച്ചിട്ടുണ്ട്, കച്ചവടക്കാരെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പൈസ, ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം നബി അതുകൊണ്ട് മൂത്താപ്പയെ സഹായിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് കൂടെ അറാക്ക് മരത്തിലെ പഴം പറിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, കറുത്തത് പറിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ചെറുപ്പത്തിൽ ആടിനെ മേക്കുന്ന സമയത്ത് ഞാൻ അത് പറിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ട, നബി തങ്ങൾ പറഞ്ഞെന്താ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് കൂടി അറാക്ക് മരത്തിലെ പഴം പറിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കറുത്തത് പറിക്കുക. വേണമെങ്കിൽ നമുക്ക് ചോദ്യം ഉണ്ടാക്കി, ഇത് ആരോട് പറഞ്ഞു എന്ന്. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞു എഴുതിയാൽ മതി. അപ്പോൾ നബി പറയാണ്, കറുത്തത് പറിക്കണം, അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ? ചെറുപ്പത്തിൽ ആടിനെ മേക്കുന്ന സമയത്ത് ഞാനത് പറിക്കാറുണ്ടായിരുന്നു. അങ്ങ് ആടിനെ മേച്ചിട്ടുണ്ടോ? ഒരു സഹാബി ചോദിച്ചു. അതെ, ഞാൻ മക്കക്കാർക്ക് വേണ്ടി ആടിനെ മേക്കാറുണ്ടായിരുന്നു. പ്രവാചകന്മാർ എല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. ഫാത്തിമ കഞ്ഞി വെള്ളമെടുത്ത് ആവേശത്തോടെ ആടുകളുടെ അടുത്തേക്ക് ഓടി. ഫാത്തിമയെ കണ്ടതും കുഞ്ഞാട്ടിൻകുട്ടി അടുത്തേക്ക് ഓടി വന്നു. കണ്ട, അപ്പോൾ ആടിനെ വളർത്തുന്നതിൻ്റെ മഹത്വം ഒക്കെ പറ്റിയ പറഞ്ഞ കോളത്തിലുള്ളത് മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅൽ ഗനമ. ആടിനെ മേക്കാത്തവരായ ഒരു നബിയെയും അല്ലാഹു തആല അയച്ചിട്ടില്ല. അവിടെ അത് നേരത്തെ പറഞ്ഞ പോലെ അത് പഠിക്കണം, കാണാണ്ട് പഠിക്കാൻ്റെ അർത്ഥം പഠിക്കുക, പൂരിപ്പിക്കാനും ചേരും പഠിക്കുക ആയിട്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യുക? അതിലെ തദ്രീബാത്ത് നോക്കാം. റായി എന്ന് വെച്ചാൽ ഇടയനാണ്, ഗനമ് ആടാണ്, ബറക്കത്ത് എന്ന് വെച്ചാൽ അഭിവൃദ്ധി, അതായത് വർദ്ധിത ഗുണം എന്നൊക്കെ പറയും. അമ്മ എന്ന് വെച്ചാൽ പിതൃ സഹോദരൻ, ഫക്കീറും ദരിദ്രനാണ്, താജിർ കച്ചവടക്കാരൻ, തിജാറത്ത് കച്ചവടം, സബർ ക്ഷമ, റഹ്മത്ത് കാരുണ്യം. അറാക്ക് എന്ന് വെച്ചാൽ എന്താ? മരുഭൂമിയിൽ കാണുന്ന ഒരു ചെടിയാണ്, അതിൻ്റെ കമ്പ് കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠം മിസ്വാക്ക് ചെയ്യൽ ഇത് അതിൻ്റെ കമ്പ് കൊണ്ടാണ്. നുൻഷുൽ ജുമല അതൊന്നും പറയാം. ഇനി ഫിക്ര ഒരു കണ്ണിക എഴുതാനാണ്. ആടുകളെ വളർത്തുന്നതിൻ്റെ മഹത്വം അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് എഴുതാം. നബിമാർ ആടിനെ മേച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ ജീവിയാണത്, അതിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. ആടിനെ മേച്ചാൽ എന്തൊക്കെ ഗുണമുണ്ടാകും നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? ആടിനെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും. ആ വിഷയങ്ങളങ്ങ് എഴുതി വെക്കാം. ഇവിടെ പറഞ്ഞില്ലേ സ്വർഗത്തിലെ ജീവിയാന്ന് പറഞ്ഞിട്ടില്ല? അത് മുമ്പത്തെ എഡിഷനിലാണോ അല്ലേ? ഇനി അടുത്തത്, നബിയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഉത്തരം എന്താ? കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി കുട്ടിക്കാലത്ത് എന്തെല്ലാം ജോലികൾ ചെയ്തു? ആടിനെ മേച്ചു, അതുപോലെ തന്നെ കച്ചവടക്കാരെ സഹായിച്ചു. പാഠം വായിച്ചപ്പോൾ പറഞ്ഞല്ലേ. ഇനി 3, വീട്ടുകാരോടുള്ള നിങ്ങൾക്ക് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെ? നിങ്ങളെന്തൊക്കെ വീട്ടിൽ ജോലി ചെയ്യും? മാതാപിതാക്കളെ സഹായിക്കുന്ന എന്തൊക്കെ ചെയ്യും? കടയിൽ പോയി സാധനം വാങ്ങിക്കൊടുക്കും, പിന്നെ എന്ത് ചെയ്യും? പാത്രം കഴുകും, വീട് വൃത്തിയാക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? എഴുതി വെക്കാം ചോദിക്കുകയാണെങ്കിൽ. 4, എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, ആടിനെ മേക്കുന്നതിലൂടെ ക്ഷമയും
കണ്ടോ, ആടിനെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും. അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്ക് ആടുകളെ മേക്കാൻ അള്ളാഹു തആല അവസരം നൽകിയത്. അത് എഴുതി വെക്കാം. ഇനി നബിതങ്ങൾ ആടിനെ മേച്ച കാലം ഓർത്തത് എങ്ങനെയാണ്? അപ്പം നബിതങ്ങൾ കൂട്ടുകാരോടുകൂടി ഞാൻ പറഞ്ഞില്ലേ ഇതേനാ, ഒരിക്കൽ നബിതങ്ങൾ സ്വഹാബികളോടുകൂടി അറാക്ക് മരത്തിലെ പഴം പറിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, കറുത്തത് പറിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ചെറുപ്പത്തിൽ ആടിനെ മേക്കുന്ന സമയത്ത് ഞാനത് പറിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ആടിനെ മേച്ച കാലം ഓർത്തത്. തഖ്സീസ്, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെല്ലാം കുട്ടികളുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ട്, ഉണ്ടെങ്കിൽ എത്ര ആടുകളുണ്ട്, പട്ടിക തയ്യാറാക്കാനാണ്. അത് ക്ലാസ്സിൽ വെച്ച് അവതരിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ അറാക്കുണ്ടോ, ഉണ്ടെങ്കിൽ ശേഖരിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അറാക്ക്, നമ്മൾ നേരത്തെ ഒരു അറാക്ക് മരം പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവാണ്. അപ്പോൾ അതിൻ്റെ കമ്പ് കൊണ്ടാണ് പല്ല് തേക്കുക. പല്ലിയൊക്കെ ഏറ്റവും നല്ലത്, സുന്നത്തിട്ട. ഇനി മറഹൻ മറഹ അദ്ദർസുർ ആവി പാഠം 4. മറഹൻ മറഹ, ആനന്ദത്താൽ ആനന്ദത്താൽ, അത് ബൈത്താണ്. ഹബ്ബരിഹു സാറൽ മുസ്നു ഖബലൽ മത്വരി മഅൽ ഇൻദാരി ബർഖൽ ബർഖു സാഹർ റഅദു നസലൽ മത്വറു അലദ്ദിയാരി റഖസ സഹ്റു മാലൽ ഗുസ്നു ത്വാറത് ത്വയ്റു അലൽ അശ്ജാരി മറഹൻ മറഹ മറഹൻ മറഹ സാല സഖഫു ഇലൻ ഹൈദാരി മല അൽ ബുസ്താൻ റബത്തിൽ അർലു മറഹൻ സാല ഫിനാ ഉദ്ദാരി മല അൽ ബിറു മല അൽ ഹഖ്ലു മല അൽ ഖൽബു ബിസ്തിബിശാരി സാലൽ ജബലു മല അൽ വാദി ഫാലൻ നഹ്റു ഇലൽ അബ്ഹാരി റഫഉ ദിക്റ വൽ അദ്ഇയ ഹംദൻ ശുക്രൻ ലിൽ ഗഫാരി. അപ്പോൾ ആ ബൈത്ത് 8 വരി കാണാണ്ട് പഠിച്ച് നമുക്കത് പൂരിപ്പിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ഹബ്ബരിഹു സാറൽ മുസ്നു ഖബലൽ മത്വരി മഅൽ ഇൻദാരി, മഴയ്ക്ക് മുമ്പുള്ള മുന്നറിയിപ്പായിട്ട് കാറ്റടിച്ച് വീശുകയും മേഘം സഞ്ചരിക്കുകയും ചെയ്തു. ഹബ്ബാൻ ചടിച്ച് വീശിയ കാറ്റ്, സാറ സഞ്ചരിച്ചു, അൽ മുസ്നു മേഘം, കബല മുമ്പ്, അൽ മത്തരി മഴക്ക് മുമ്പ്, മഅൽ ഇൻദാരി മുന്നറിയിപ്പോടുകൂടെ. അപ്പോൾ മഴക്ക് മുമ്പുള്ള മുന്നറിയിപ്പായിട്ട് കാറ്റടിച്ച് വീശുകയും മേഘം സഞ്ചരിക്കുകയും ചെയ്തു. ബറക്കൽ ബർക്കു, ബറക്കൽ ബർക്കു മിന്നൽ മിന്നി, സാഹറാദു ഇടി ശബ്ദിച്ചു, നസലൽ മത്തറു മഴ പെയ്തു, അലദിയാരി വീടുകളുടെ മേൽ മഴ പെയ്തു, റഖസത് സഹ്റു സഹ്റു പുഷ്പങ്ങൾ നൃത്തം ചെയ്തു, മാലൽ ഗസ്നു കൊമ്പ് ചാഞ്ഞു, ത്വാറത് ത്വയ്റു പക്ഷികൾ പറന്നു, അലൽ അശ്ചാർ വൃക്ഷങ്ങളുടെ മേൽ. മഴ പെയ്യുമ്പോണ്ടാണ് സംഭവങ്ങളാണ്. മറഹൻ മറഹ മറഹൻ മറഹ, ആനന്ദത്താൽ ആനന്ദത്താൽ. ഇവരൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. സാല സഖഫുൽ ഇൻഹിദാരി, ഇൻഹിദാർ താഴേക്ക്, എന്താണ്, മേൽക്കൂര ഒലിച്ചു, മേൽക്കൂരയിലൂടെ താഴേക്ക് വെള്ളം ഒലിച്ചു എന്നൊക്കെയാണ് അർത്ഥം വരാം. സാല എന്ന് വെച്ചാൽ എന്താ, സാല ഒഴുകിയെന്നാണ്, ഇൻഹിദാർ താഴേക്ക് ഒഴുകിയെന്ന്. ഇനി മല അൽ ബുസ്താൻ റബത്തിൽ അർലു മറഹൻ സാല ഫിന ഉദ്ദാരി, മല അൽ ബുസ്താൻ, ബുസ്താൻ വെച്ചാൽ എന്താണ്, തോട്ടം നിറഞ്ഞു, റബത്തിൽ അർലു ഭൂമി നനഞ്ഞു, മറഹൻ റബത്തിൽ അർലു ഭൂമി എന്ത് ചെയ്തു, വികസിച്ചു എന്ന് പറയാം. റബത്ത് നനഞ്ഞു അല്ലേ, ഭൂമി വികസിച്ചു. മറഹൻ ആനന്ദത്താൽ, സാല ഫിന ഉദ്ദാരി വീടിൻ്റെ മുറ്റമൊലിച്ചു വെച്ചാൽ വീടിൻ്റെ മുറ്റത്തിലൂടെ വെള്ളമൊലിച്ചു എന്നൊക്കെ അർത്ഥം പറയാട്ടാ, അങ്ങനെ പറയുന്നുള്ളൂ. ഇനി മല അൽ ബീറു കിണർ നിറഞ്ഞു, മല അൽ ഹഖ്ലു വയൽ നിറഞ്ഞു, മല അൽ ഖൽബ് ഹൃദയം നിറഞ്ഞു, ബിസ്തിബിശാർ സന്തോഷത്തെ കാരണം കൊണ്ട് എന്ത് ചെയ്തു, മനസ്സും നിറഞ്ഞു. വാത് താഴ്വര അല്ലേ, ആ വന്നോളൂ അല്ലേ. ഹക്കൽ പറഞ്ഞ ഹക്കലിൻ്റെ വയലാണ് കേട്ടോ പാടം. സാലൽ ജബലു മല ഒലിച്ചു, മലയിലൂടെ വെള്ളം ഒലിച്ചു, മല അൽ വാദി വാദി ചെരുവ് നിറഞ്ഞു, താഴ്വര നിറഞ്ഞു. ഫാലൻ നെഹ്റു ഇലൽ അബ്ഹാരി നദി ഒലിച്ചു, ഇലൽ അബ്ഹാരി കടലിലേക്ക്, നദി ഒഴുകി, നദിയിലൂടെ വെള്ളം ഒഴുകി. പുഴ പുഴ നെഹ്റു വെച്ചാൽ പുഴ. റഫഉ ദിക്റ വൽ അദ്ഇയ അവർ ദിക്റും പ്രാർത്ഥനയും അവർ ഉയർത്തി, ശബ്ദം ഉയർത്തി ദിക്ർ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും. ഹംദൻ ശുക്രൻ ലിൽ ഗഫാരി അള്ളാഹുവിനും നന്ദിയായിട്ടും ശുക്റായിട്ടും, ഹംദൻ സ്തുതിയായിട്ടും എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ നമുക്കത് നല്ലോണം പഠിച്ചിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങൾ പല രൂപത്തിൽ വരാം. ചേരുമ്പടി ചിലപ്പോൾ അർത്ഥം ചോദിക്കുക, ചിലപ്പോൾ പൂരിപ്പിക്കുക, അങ്ങനെ പലതിലും വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിന് അർത്ഥം മനസ്സിലാക്കാനാണ് അർത്ഥം പറഞ്ഞേക്കണം. നക്രവുനഫും വായിച്ചിട്ട്. ഹബ്ബാൻ ചടിച്ച് വീശി, മുസ്നൻ മേഘം, നസല പെയ്തു, മത്തറൻ മഴ, ബർക്ക മിന്നി, സ്വാഹ ശബ്ദിച്ചു, ദിയാറ് വീടുകൾ, സഹ്റൻ പൂവ്, ഗസ്ന് കൊമ്പ്, ത്വായിർ പക്ഷി, അശ്ജാറൻ മരങ്ങൾ, സാല ഒഴുകി, ഇൻഹിദാർ താഴെ, സാറ സഞ്ചരിച്ചു, കബല മുമ്പ്, ഇന്ദാർ മുന്നറിയിപ്പ്, ബർക്കൻ മിന്നൽ, റാദി ഇടി, ദാറൻ വീട്, റഖ്സ നൃത്തം, മാല ആടി ചാഞ്ഞു എന്നൊക്കെ അർത്ഥം. ത്വാറ
പറന്നു. ഷജറുൻ മരം, മറഹൻ ആനന്ദം, സഖഫൻ മേൽക്കൂര, മല നിറഞ്ഞു. ബുസ്താന് തോട്ടം, ഫിനാ മുറ്റം, ഹഖിലുൻ വയൽ, വയൽ, ഇസ്തിബിഷാർ സന്തോഷം, വാദിൻ താഴ്വര, നെഹ്റു പുഴ, ബിഹാർ കടലുകൾ, ദുആൻ പ്രാർത്ഥന, ഹംദൻ സ്തുതി, ഗഫാറുൻ എല്ലാം പൊറുക്കുന്നവനായ അല്ലാഹുന, റബ വികസിച്ചുന, ബീറൻ കിണർ, കൽബൻ ഹൃദയം, ജബലൻ മല, ഫാല ഒഴുകി, ബഹറൻ കടൽ, റഫ ഉയർത്തി, അദിയത്തൻ പ്രാർത്ഥന, ശുക്രൻ നന്ദി. ഇനി നേരത്തെ പറഞ്ഞ പോലെ സാല എന്ന് ഒഴുകി, അപ്പോൾ അതുപോലത്തെ കണ്ടുപിടിക്കണം. അതായത് ഫീലുകളല്ലേ. സാല എന്ന് വെച്ചാൽ ഒഴുകി, സാല ഒഴുകി, റബ വികസിച്ചു, ഫാല ഒഴുകി, റഫ ഉയർത്തി, അതൊക്കെ ഫീലുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറം ഉണ്ടല്ലോ, ഇപ്പുറത്ത് പറഞ്ഞില്ലേ, സാല ഒഴുകി, ത്വാറ പറന്നു, മാല ആടി, ചാഞ്ഞു എന്നൊക്കെ അർത്ഥം. പിന്നെ ബറക്ക മിന്നി, സാ ശബ്ദിച്ചു, നസല പെയ്തു, സാറ സഞ്ചരിച്ചു. അപ്പോൾ അങ്ങനെ വരുന്നത്, അതായത് ഭൂതകാല ക്രിയകളാണ് അവിടെ ചോദിച്ചേക്കണം ആ ഇതിൽ. പിന്നെ അതിന് ശേഷമുള്ളതാണ് ഫിനാവ്, അതുപോലത്തത്. ഫിനാവ് മുറ്റം പോലെ, അത് എന്താ ചെയ്യുക, വാദി നെഹർ, ഇവിടെ പോലെ ഹംദ് സ്തുതി, ദുആ പ്രാർത്ഥന, ബിഹാർ അല്ല നെഹറുൻ പുഴ, വാദിൻ താഴ്വര, ഹഖല് വയൽ, ഫിനാവ് മുറ്റം, ബുസ്താൻ തോട്ടം, ബീർ കിണർ, കൽബ് ഹൃദയം, ജബൽ മല, ബഹർ കടൽ, ശുക്ർ നന്ദി. അപ്പോൾ അങ്ങനെയുള്ള അതാണ് ഈ രണ്ടാമത്തെ ഇതായിട്ട് പറഞ്ഞത് അല്ലേ. ഇനി ബഹ്റൻ ബിഹാറൻ, ബഹ്ർ ജമ ബിഹാറാണ്. ബഹ്ർ എന്ന് വെച്ചാൽ കടൽ, ബിഹാർ കടലുകൾ. ഷജറുൻ ജമ അഷ്ജാറുൻ, ദുആൻ ജമ അദ്വയ്യത്തിന്, അങ്ങനെ കുറച്ച് രൂപങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, വേറെ വേറെ ആയിട്ട് എഴുതാനായിരുന്നു. ദാറ് ദിയാറ്, അതായത് ബഹുവചനങ്ങളാണ്. പിന്നെ നുൻസുൻ നഷീദ, പാട്ടുണ്ടാക്കുക. ജാ അൽ മത്തറു മറഹൻ മറഹ, ബറക്കൽ ബർഖു മറഹൻ മറഹ, സാറു മറഹൻ മറഹ, നസൽ മത്തറു മറഹൻ മറഹ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, പാട്ടുണ്ടാക്കാം. ഇനി അഞ്ചാമത്തെ പാഠം, വാസുവാജുഹു ഉമ്മഹാത്തുഹും, നബിയുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കളാണ് ഉമ്മമാരാണ് എന്ന പാഠം. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പാഠം നിർത്താം, പിന്നെ വീഡിയോ ഒരുപാട് കൂടും. അപ്പോൾ അതുകൊണ്ട് ഈ പാഠം വായിച്ചിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അടുത്ത് നമുക്ക് വേറെ 6 മുതൽ 10 വരെ മറ്റൊരു വീഡിയോ ചെയ്യാം. വാസുവാജുഹു ഉമ്മഹാത്തു, നബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണെന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഖദീജ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എഴുതണം. ആയിഷ ബീവി ഖദീജ ബീവിയെ പറ്റി പറഞ്ഞത്, നബി പറഞ്ഞത് എന്തൊക്കെയാണ്, നബി എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പലപ്പോഴും ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നബി എന്ത് പറഞ്ഞിരുന്നു, ഖദീജ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ടെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്, അത് മനസ്സിലാക്കി വെക്കുക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് നബിയുടെ ഭാര്യമാർ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ. അപ്പോൾ നബിയുടെ ഭാര്യമാർ ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ. ഇനി മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പങ്കുവഹിച്ചു എന്തിൽ, മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അപ്പോൾ നബിയെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അവർ താഴെ പറയുന്നവരാണ്. അവരുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ ബൈത്ത് നോക്കാം. അപ്പോൾ പഠിക്കേണ്ട വിധി നിർബന്ധമാണ്. ആ ചോദ്യം വരും. നബിയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അവരാരൊക്കെയാണ്? 11 പേര്. ഖദീജത്തുൻ ആയിഷത്തും വ ഹഫ്സ, സഫിയത്തും മൈമൂനത്തും വ സൗദ, റംല വ ഹിന്ദുൻ സൈനബാനി ജുബൈരിയ, ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർദിയ. ഖദീജ 1, ആയിഷ 2, 3 ഹഫ്സ, 4 സഫിയ,
5 മൈമൂന, 6 സൗദ റളിയല്ലാഹു അൻഹും, 7 റംല, 8 ഹിന്ദ്, 2 സൈനബ. സൈനബാന്ന് വെച്ചാൽ 2 സൈനബമാർ. ആരൊക്കെയാണ്? സൈനബ ബിന്തു ജഹ്ഷും സൈനബ ബിന്തു ഹുസൈമ. അപ്പോൾ 9 ആയില്ലേ? ഇപ്പം എത്രയായി? 1 1 2 3 4 5 6 7 8 9 10ആയി. ജുവൈരിയ 11. അപ്പോൾ 11 ഭാര്യമാരാണ്. ഇനി അവരെ ഓരോന്ന് നമ്മൾ വേറെ വേറെ ആയിട്ട് എഴുതണം. ഉണ്ടോ? അതാണ് അവിടെ താഴെ ആ പട്ടി കൊടുത്തത്. പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വായിച്ചിട്ട് ഗ്രഹിക്കുക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ ഉമ്മമാർ. ഖദീജത്തുൽ കുബ്ര നബിയുടെ ആദ്യ ഭാര്യയാണ്. സൈനബാനി നമ്മൾ പറഞ്ഞത് സൈനബ ബിന്തു ജഹ്ഷും സൈനബ ബിന്തു ഹുസൈം. ഇനി അങ്ങനെ ചോദ്യം വന്നാലേ 2 സൈനബമാർ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് സൈനബ ബിന്തു ജഹ്ഷ്, മറ്റൊന്ന് സൈനബ ബിന്തു ഹുസൈമാണ്. റളിയല്ലാഹു അൻഹ എന്ന് വെച്ചാൽ അള്ളാഹു വരെ ഇഷ്ടപ്പെടട്ടെ. വാലിദാനിച്ച് മാതാപിതാക്കൾ, വലതെന്ന് സന്താനം. അഹബ്ബു എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. മദ്ഹ് എന്ന് വെച്ചാൽ പുകഴ്ത്തുക. ഇനി നംലവുൽ ഫറാ ചോദ്യം പൂരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഡാഷാണ്, ഉമ്മമാരാണ് അല്ലേ? വിശ്വാസികളുടെ ഉമ്മമാരാണ്. നമ്മൾ പറഞ്ഞല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അടുത്തെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു, ഖദീജ ബീവിയൻ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനടുത്ത് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഡാഷ് എന്ന് വെച്ചാൽ കൂട്ടുകാരികൾക്ക്. ഇനി 4 നബിയുടെ ആദ്യ ഭാര്യ ഡാഷാണ്, ഖദീജ ബീവിയാണ്. 5 നബിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ ഡാഷാണ്, അത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. 6 ആയിഷ ബീവിയുടെ പിതാവ് ഡാഷാണ്, അബൂബക്കർ സിദ്ദീഖാണ്. 7 റളിയല്ലാഹു അൻഹു 7 ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവാരാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അത് അവിടെ വേറെ ആയിട്ട് ചോദ്യം വന്നാണ് ആ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നബിയെ നാം എങ്ങനെ സ്നേഹിക്കണം അല്ലേ? അതിന് ഉത്തരം എന്താണെന്ന്? സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും അവിടെ പറഞ്ഞല്ലോ. 2 തൊട്ട് നമ്മൾ വായിച്ചാണത്. അതേനെ ഇതാണ് കണ്ട. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബിയെ സ്നേഹിക്കണം എന്നാണ്. ഇനി ഖദീജ ബിയെക്കുറിച്ച് ആയിഷാബി പറഞ്ഞത് എന്താ? അത് ഫസ്റ്റ് തന്നെ വായിച്ചില്ലേ നമ്മൾ? എന്താണെന്നാണ് വായിച്ചത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. എന്താ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ആടിനറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നബി പറയുമായിരുന്നു, ഖദീജ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിഷ ബീവി പറഞ്ഞാണ്. അപ്പോൾ അത് എഴുതാം. ഇനി പദ്യം കാണാതെ ചെല്ലാനാണ് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. 5-ാമത്തേതായിട്ട് 2 നബിയുടെ ഭാര്യമാരുടെ പേരുകൾ എഴുതിയ ചാർട്ട് നിർമ്മിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 5 പാഠം ഇനി അടുത്തത് നമുക്ക് 6 അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.